Hello, my name is Anita Peter. എൻ്റെ പേര് റോബിൻ സിയോണ. ഹായ്, എൻ്റെ പേര് ഐറിൻ സണ്ണി. My name is Anand Rafael. എൻ്റെ പേര് അനദർശന. Hi, myself Nilin Kejujo. Hi, I'm Gayatri Krishna. Hello, എൻ്റെ പേര് ഫാമിദ ബീഗം. ഹലോ, എൻ്റെ പേര് ലിയോ അൽദോസ്. Hello, I'm Laura Reggie Frank. എൻ്റെ പേര് ആലിയ റെജി. ഹായ്, എൻ്റെ പേര് മുഹിയുദ്ദീൻ പി എൻ. ഹായ് ഗായ്സ്, മൈ നെയിം ഇസ് അനാം അബ്ദുൽ സലാം. എൻ്റെ പേര് വിഷ്ണു. Hi, എൻ്റെ പേര് ആദർശ്. Hi, ഞാൻ അദ്ര. Do you believe gender inequality exists in today's society? Definitely yes. എല്ലായിടത്തും തന്നെ ജെൻഡർ ഇനീക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. സൊസൈറ്റിയിൽ അത് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അത് നിലനിൽക്കുന്നുണ്ട്. യെസ്, ഒരു ചെറിയ തോന്നലെങ്കിലും ഇപ്പോഴും അത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I do believe it exists in today's society, but there has been major problems. Yes, അത് നടക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് തന്നെ ഉണ്ട്. ജെൻഡർ ഇനീക്വാലിറ്റി ഇന്നത്തെ കാലത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. യെസ്, ഐ ഡു ബിലീവ്. യെസ്, ജെൻഡർ ഇക്വാലിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ജെൻഡർ ഇക്വാലിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് എന്നാണ്. Yes, I do believe. യെസ്. Yes, I believe. Do you have any personal experience dealing with discrimination in-house on the basis of gender? No, I have not experienced any discrimination basis of my gender. എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ റിലേറ്റീവിൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടായത്. എവിടെ ഒരു ചേട്ടനോ ചേച്ചിയാണുള്ളത്. അവിടെ ചേച്ചിനോട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെ പണികളൊക്കെ ചെയ്യണം എന്ന് പറയും. പക്ഷേ ചേട്ടനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ല. അപ്പോൾ ചേച്ചി തന്നെ ചോദിച്ചിട്ടുണ്ടായത് എന്താ അവന് ചെയ്താന്ന് ചോദിക്കുമ്പം അവനൊരു ആൺകുട്ടിയില്ല, അവൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ ഒരു ജെൻഡറിന്റെ ബേസിലൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്കില്ല. ഫേസ് ചെയ്യേണ്ടതായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയില്ല. നടന്നിട്ടുണ്ട്, ഇതിനെ നടന്നിട്ടുണ്ട് എൻ്റെ ഒരു സർക്കിളിൽ, എൻ്റെ ഫ്രണ്ട്സിനായാലും. യെസ്. അപ്പോൾ ഞാൻ ഒരിക്കൽ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ പണിക്ക് വന്ന ഒരു ചേച്ചി എന്നോട് ചോദിക്കുകയാണ്, ഇളയ കൊച്ചു പെണ്ണായിരുന്നു എന്ന്. ഞങ്ങൾ 3 ആൺപിള്ളേരാണ്. 3 ആൺപിള്ളേരിൽ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. അപ്പോൾ ഇളയ കൊച്ചു പെണ്ണായിരുന്നു എന്ന് എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒക്കെ തന്നെ സ്ത്രീകളുടെ ഉള്ളിൽ തന്നെ ഇതൊക്കെ സ്ത്രീകൾ ചെയ്യേണ്ട ജോലികളാണ് എന്ന വിശ്വാസം ഉണ്ട് എന്നുള്ള അവർ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വെളിപാടായിരുന്നു ആ ചോദ്യം. കാര്യമായിരിക്കും. ഒരിക്കലും ഒരു ഇക്വിലിബ്രിയത്തിൽ ഞാൻ എങ്ങൊരു ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എവിടെയും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ജെൻഡർ എനിക്കതിനൊരു പേഴ്സണൽ ജെൻഡർ ബേസിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ധാരാളം, ഓൾമോസ്റ്റ് എവറി ഡേ, വീട്ടിലായാലും പുറത്തായാലും ഐ ഹാവ് ബീൻ ഡിസ്ക്രിമിനേറ്റഡ് ഓൺ ദ ബേസിസ് ഓൺലി ബിക്കോസ് ഐ എം എ ഗേൾ. ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ വെളിയിൽ പോകാൻ പറ്റില്ല, ഷോപ്പിൽ പോകാൻ പറ്റില്ല, ഫ്രണ്ട്സിലൂടെ ട്രിപ്പ് പോകാൻ പറ്റില്ല. ബോയ്സ് കരയാൻ പാടില്ല, ബോയ്സ് പഠിച്ച് കാശുണ്ടാക്കി, പഠിച്ച് ജോലി വാങ്ങി കാശുണ്ടാക്കി ഒരു ഫാമിലി നോക്കേണ്ട ആളാണ്. ഇനി പുറത്ത് പോകാൻ പാടില്ല, ഗേൾസ് വീട്ടിലെ പണിയൊക്കെ ചെയ്യണം, ബോയ്സ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. ഗേൾസ് മാത്രമാണ് ചില ഗെയിംസ് ഗേൾസ് മാത്രം ഉള്ളതാണ്, അത് ബോയ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ബോയ്സ് മാത്രമുള്ളതാണ്, അത് ഗേൾസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ലെന്ന് കേട്ടിട്ടുണ്ട്. Did this have an impact on your mental health somehow? Of course. മെൻ്റൽ ഹെൽത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇൻഇക്വാളിറ്റി ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. മെന്റലി ഒരു ഡിസ്ട്രഷൻ തോന്നും, നമുക്കതിന് കഴിയില്ല, നമ്മളെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ടാണ് ടീച്ചേഴ്സ് നമ്മൾ വിളിക്കാത്ത, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കഴിയില്ല എന്നൊരു തെറ്റിദ്ധാരണ നമ്മളുണ്ടാവും. ഡിസ്ക്രിമിനേറ്റഡ് ആവുമ്പോൾ തന്നെ ഒന്ന് മാറ്റി നിർത്തപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട റൈറ്റ് നിഷേധിക്കപ്പെടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ മെന്റലി അത് ബാധിച്ചിട്ടുണ്ട്. ഡു യു ബിലീവ് ഇൻ ഇക്വാളിറ്റി ഓഫ് ജെൻഡർ? ജെൻഡർ എന്ന് പറഞ്ഞത് മാറ്റി വെക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്ക് എല്ലാവർക്കും ഒരേ റൈറ്റ്സ് വേണം, അത് നമ്മുടെ അവകാശമാണ്. ബോയ്സ് ആൻഡ് ഗേൾസ് ആർ സെയിം, മെൻ ആൻഡ് വുമൺ ആർ സെയിം, ഹ്യൂമൻസ് ആർ സെയിം. അതാണ് ഹ്യൂമൻസ് ആർ ഈക്വൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ആണും പെണ്ണും ഒരേപോലെ സമത്വമായി പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. ഒന്നും ഒന്നിനോടും മേളിലല്ല, ഒന്നിനോടും താഴെയല്ല, രണ്ടും എല്ലാ ജെൻഡറും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. എല്ലാവരും തുല്യരാണ്, ആർക്കും കൂടുതലില്ല കുറവില്ല, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും തുല്യരാണ്, വ്യത്യാസമൊന്നുമില്ല. മനുഷ്യരും ഒരേ രീതി തന്നെ കാണാം. ഇപ്പോൾ ഒരു ആണാന്ന് പറഞ്ഞാൽ അയാളെ ഉയർത്തിക്കാണോ, ഒരു പെണ്ണാന്ന് പറഞ്ഞാൽ താഴ്ത്തിക്കാണോ ചെയ്യരുത്. അത് നേരെ തിരിച്ചാണെങ്കിലും അങ്ങനെ ചെയ്യരുത്. മെയിലും ഫീമെയിലും ട്രാൻസ്ജെൻഡറും ഒക്കെ ഈക്വൽ ആയിട്ട് കാണണം, എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. ഏതൊരു ജെൻഡേഴ്സിനായാലും ഏതൊരു
ജെൻഡർ ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് എല്ലാ മനുഷ്യരും ഒരേപോലെ റൈറ്റ്സിന് അർഹരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണല്ലോ വേണ്ടത്, അതാണല്ലോ ശരി. സോ ഐ ബിലീവ് ഇൻ ഇക്വാലിറ്റി ഓഫ് ജെൻഡേഴ്സ്. Would you consider yourself feminist? Yes, I am a feminist. ഫെമിനിസ്റ്റ് എന്ന വേർഡിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുക ഈക്വലിസ്റ്റ് എന്നൊരു വേർഡാണ്. യെസ്, ഞാൻ എന്നെ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് തന്നെ കാണുന്നത്. എൻ്റെ റൈറ്റ്സിനെ പറ്റിയും എനിക്ക് ഇക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫെമിനിസ്റ്റായി. Yes, I am proud to be a feminist. Would you consider yourself a feminist? Yes, I am a feminist. ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല. ഫെമിനിസത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇക്വാളിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. സോ ഐ ബിലീവ് ഇൻ ഇക്വാളിറ്റി നോട്ട് ഫെമിനിസം. ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ഫെമിനിസം? ഫെമിനിസം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒപ്രസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സപ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്ന വിഭാഗക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു മൂവ്മെൻ്റായിട്ടാണ്. Feminism is a movement where people come together so they can fight against injustice on the basis of gender. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പം നമ്മുടെ റൈറ്റ്സും ഒക്കെ ഒരുപോലെ ആയിരിക്കണം. മേഖലകളിലും ഏത് മേഖലയാണ്, എല്ലാ മേഖലകളിലും പെണ്ണിന് കൈവയ്ക്കാൻ പറ്റണം. ഇത്ര നാൾ ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് അവരെയും ഒരേ ലെവലിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതുകൊണ്ട് ഫെമിനിസം ഈസ് ഗുഡ്, ഈസ് നീഡഡ്. Because feminism and equality is just the same thing. അത് ഒരു പർട്ടിക്കുലർ ജെൻഡറിന് വേണ്ടി മാത്രമുള്ളതല്ല. ഇക്വാളിറ്റി ഓഫ് ജെൻഡേഴ്സ്, ഇക്വാളിറ്റി ഓഫ് റൈറ്റ്സ് ടു ഈച്ച് ആൻഡ് എവറി ജെൻഡർ. പിന്നെ ഫെമിനിസം എന്നുള്ളൊരു പേര് വന്നു എന്ന് പറയുന്നത് അത് ഫീമെയിൽസ് ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. യൂഷ്വലി അത് പ്രൊമോട്ട് ചെയ്യുന്നത് ഇക്വാലിറ്റീനെ തന്നെയാണ്. ഇക്വാലിറ്റി ഓഫ് ജെൻഡറിൽ ബിലീവ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഫെമിനിസ്റ്റ് ആയിരിക്കുന്നത്. നമ്മുടെ ഈ പാട്രിയാർക്കൽ സിസ്റ്റം, ഈ സ്റ്റീരിയോ ടൈപ്സ് ഇതെല്ലാം ബ്രേക്ക് ചെയ്യണം. അതിന് ഫെമിനിസം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഫെമിനിസം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വുമൺ എംപവർമെൻ്റ് ആണ്. ഇതിപ്പോൾ പലരും പല രീതിക്ക് അത് കാണുന്നുണ്ട്. ബട്ട് മെയിൻലി അതിൻ്റെ ഒരു മോട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജെൻഡേഴ്സിനെയും ഈക്വലായിട്ട് കാണാം. അപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലും മറ്റും നേരിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകൾ എനിക്കത് കൃത്യമായിട്ട് അറിയില്ല, എനിക്കറിയില്ല. അപ്പോൾ ഫെമിനിസം കൊണ്ട് ആ തരത്തിലാണ് അല്ലെങ്കിൽ വുമൺ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വൽ ആൻഡ് എബവ് ആസ് മെൻ എന്ന് ഉദ്ദേശിക്കുന്നതാണെങ്കിൽ അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ട് ഗേൾസിനായാലും ബോയ്സിനായാലും അവരുടെ ഓരോരോ റൈറ്റ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്, തുല്യരായിട്ട് സപ്പോർട്ട് ചെയ്യണം. അല്ലാണ്ട് ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് എന്നുള്ള രീതിയില്ല. ആണിനും പെണ്ണും തുല്യ അവകാശം എന്ന് വാദിക്കുന്നത് എല്ലാവരും ഫെമിനിസ്റ്റുകളാണ്. ഞാൻ നിങ്ങളും എല്ലാവരും ഫെമിനിസ്റ്റുകളാണ്. How comfortable would you be having an LGBTQ plus community person in your friend circle, or how accepting of them are you? അങ്ങനെ ഒരാള് ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാവാനുള്ള എനിക്കൊരു പ്രശ്നമല്ല. അവരെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അവരെന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കുകയുള്ളൂ. അല്ലാണ്ട് അവർ ഇന്ന ടൈപ്പ് ഓഫ് ആളാണ് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റുകൾ അതാണ് എന്നുള്ളതിന് വെച്ച് എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ ഒരാളുടെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യാൻ ഒരു എന്താണ് പറയുക, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഒരു മറ്റൊരാളുടെ ഒരു എന്താണ് പറയുക ഐഡന്റിറ്റി ചോദ്യം ചെയ്യാനുള്ള യാതൊരുവിധ അവകാശവും ഇല്ല. അങ്ങനെ ഇവര് ഒരു അബ്നോർമൽ പീപ്പിൾ ആണെന്ന് ആണ് ഞാൻ ഇത്ര നാളും മീൻസ് അതാണ് പഠിപ്പിച്ച് തന്നത്. പലരും പഠിപ്പിച്ചെന്ന് വെച്ചാൽ അതാണ് മനസ്സിലാക്കി തന്നത്. റീസെൻ്റ്ലി ഇവരും നമ്മളിൽ ഒരാളാണെന്ന് അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇവർക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ട്, അവരുടെ ഒരു കണ്ടീഷൻ അല്ല അല്ലെങ്കിൽ അബ്നോർമാലിറ്റി അല്ല എന്ന് അറിഞ്ഞതിന് ശേഷം ഐ ഹവ് ബീൻ ട്രൈങ് ടു ചേഞ്ച് മൈ മൈൻഡ് സെറ്റ്. കമ്മ്യൂണിറ്റിയിൽ ബിലോങ് ചെയ്യുന്ന ഒരു പേഴ്സൺ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലില്ല, ടു മൈ നോട്ട് എൻ്റെ ഒരു അറിവിലില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കത് കുഴപ്പമുണ്ടാവില്ല, ബിക്കോസ് ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും. ഐ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂ വിത്ത് ദാറ്റ്. ഐ ഷുഡ് ആക്സെപ്റ്റ് ദം. നമ്മൾ തീർച്ചയായും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നു എന്നും പറഞ്ഞ് ഒരാളെ ഒഴിവാക്കണ ആളല്ല ഞാൻ. I am very accepting and I have few friends who did come out to me and I am very happy they do. How aware are you of the transgender rights in our country? അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഒരു ഇതില്ല. അവർ വളരെ കുറവാണ്. അതുമാത്രമല്ല നമ്മുടെ ജീവിത സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെയുള്ളവരായിട്ട് ബന്ധപ്പെടേണ്ട ഒരു അവസരം വന്നിട്ടില്ല. അതുകൊണ്ട് അവർക്കുള്ള റൈറ്റ്സിനെ പറ്റിയും കാര്യങ്ങളും എനിക്കറിയത്തില്ല. സർക്കാരിൻ്റെ നയങ്ങളെയൊക്കെ കൂടുതൽ മതവിഭാഗങ്ങളുടെ നയങ്ങളാണ് ഇവിടെ വരെ പോകുന്നത് എന്ന
പറയുന്നതാണോ സത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സംശയമുണ്ട്. നെക്സ്റ്റ്, അവരുടെ റൈറ്റ്സിനെ പറ്റി ഞാൻ അത്ര അവെയർ അല്ലെങ്കിലും അവരും ഈക്വലി അവകാശമുണ്ട്. അവർക്ക് എല്ലാ റൈറ്റ്സും അർഹിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ട്രാൻസ്ജെൻഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, അതുപോലെ അവർക്ക് ഗവൺമെൻറ് ജോലികളിൽ റിസർവേഷനൊക്കെ ഉണ്ട്. ഇതെല്ലാം പറഞ്ഞാലും അവർക്ക് ഇപ്പോഴും സൊസൈറ്റിക്ക് അവരുടെ കാഴ്ചപ്പാട് മാറണമെങ്കിൽ ഇത് മാത്രം പോരാ. സോ നമ്മുടെ കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിന് എല്ലാം ഫ്രീ ആയിട്ടാണ് സൗകര്യം നൽകുന്നത്. ഫ്രീ ആയിട്ടുള്ള സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി ഒക്കെ ഫ്രീ ആണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. നമ്മുടെ കൺട്രിയിൽ ഒരുപാട് റൈറ്റ്സും ലോസ് ഒക്കെ പാസ് ചെയ്യുന്നുണ്ട് ടു പ്രൊമോട്ട് ആൻഡ് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് ട്രാൻസ്ജെൻഡർ. പക്ഷേ അതൊക്കെ എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. There have been laws passed which do benefit the transgender community, but they have not been enforced. ഞാൻ അവെയർഡാണ്, പക്ഷെ എല്ലാവരും അവെയർഡ് അല്ല. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വന്ന് സംസാരിക്കേണ്ടി വരുന്നത്. നമ്മളുടെ റൈറ്റാണ് വാട്ട് ഈസ് ട്രാൻസ്ജെൻഡർ എന്ന് സമൂഹത്തിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നത്. ആർ ദർ എനി സോഷ്യൽ ഇഷ്യൂസ് യു വിഷ്ഡ് പീപ്പിൾ വുഡ് ഡിസ്കസ് മോർ? തീർച്ചയായിട്ടും ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അതിലൊരു മെയിൻ എനിക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ കാര്യമാണ് ബോഡി ഷേമിങ്ങിനെ കുറിച്ചിട്ടുള്ളത്. അത് ബോഡി ഷേമിംഗ് ആണ് മെയിനായിട്ട് വരുന്നത്. ഈ ഷേപ്പ് സൈസ് ഒക്കെ വെച്ച് നമ്മൾ കളിയാക്കുന്നതാണ് ബോഡി ഷേമിങ്. അതിപ്പോൾ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. ഒരുപാട് പേഴ്സണലി അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെ സ്കൂൾസ് ലെവലിൽ അത്യാവശ്യം ഫാറ്റി ആയിരുന്നു, ഫുഡിയായിരുന്നു. അപ്പോൾ ഈവൻ ടീച്ചേഴ്സ് പോലും ഈ ബോഡി ഷേമിങ് എന്നുള്ള രീതിയിൽ തന്നെ കളിയാക്കിയിട്ടുണ്ട്. നീ തടിച്ചിരിക്കുന്നു, കാറ്റ് വന്ന് നീ പറഞ്ഞു, നീ ആനയുടെ വലിപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആൾക്കാരിങ്ങനെ ഓരോ കമൻസ് പാസ് ചെയ്യും. അപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നില്ല അത് എത്രത്തോളം അയാളെ ഒരു കുട്ടിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാർ ചിന്തിക്കുന്നില്ല. ബോഡി ഷേമിങ്ങിനെ കുറിച്ചും ബോഡി പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ സംസ്കാരം. ഈ സംസ്കാരം എന്ന് പറഞ്ഞ പദം പലപ്പോഴും ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലോ സംസാരത്തിൻ്റെ കാര്യത്തിലോ ഫാമിലി സ്റ്റാറ്റസിൻ്റെ കാര്യത്തിലോ നമ്മുടെ സുഹൃത്തുക്കൾ ആരാ എന്നൊരു കാര്യത്തിലൊക്കെ ആയിട്ട് ഇതിലേതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഒതുങ്ങി പോകുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം തോന്നാറുണ്ട്. എന്ന് പറയാനില്ല, കുറേ ഉണ്ട്. സിമ്പിളായിട്ട് ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ലിവ് ആൻഡ് ലെറ്റ് ലിവ്. കാസ്റ്റിസം അങ്ങനെ ഒരു ഇഷ്യൂ ആണ്. ഇപ്പം നമുക്കറിയാൻ പറ്റും അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് പണ്ട് തൊട്ടേ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണത്. കമ്മ്യൂണിറ്റി ഇഷ്യൂസ്, അതായത് അപ്പർ കാസ്റ്റ് ഇഷ്യൂസും കമ്മ്യൂണിറ്റി ഇഷ്യൂസും. ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് അതിൻ്റെയൊക്കെ ഒരു റെലവൻസ് അത് ആ ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിഷയം ഉണ്ടായത് അന്ന് തൊട്ടേ തുടങ്ങിയൊരു വിഷയമാണ് ഈ കാസ്റ്റ് എന്നൊരു കാര്യം. ശരിക്കും കാസ്റ്റിസത്തിനേക്കാളും കൂടുതൽ കാസ്റ്റിനേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഹ്യൂമാനിറ്റിയാണ്. അപ്പം എന്തോ നമ്മളൊരു പാട്രിയാർക്കി സൊസൈറ്റിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നതെങ്കിൽ പോലും ഈവൻ മെയിൽ ജെൻഡേഴ്സ് ടു ആർ എഫക്റ്റഡ്, പല രീതിയിലും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ അത്തരത്തിലുള്ള അതും ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളെ പറ്റി ഉള്ള ചർച്ച കുറവാണ്. അപ്പോൾ അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ആയിട്ട് പറയാനുള്ള രീതി ട്രാൻസ്ജെൻഡർക്കും നമ്മുടെ സൊസൈറ്റി മാറണം. അവരും മനുഷ്യരാണ്. സോ അവർക്കും തുല്യരായിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുക്കണം, വ്യത്യാസമായിട്ട് കാണണം. Discuss more. I feel like people should discuss more about women's safety and also children's safety in our country. Like recently it's been shown that India is one of the most unsafe place for women and children, and ചോദിച്ച സ്ഥിതിക്ക് ഐ വുഡ് സേ അട്രോസിറ്റീസ് ടു വുമൺ. കാരണം ഇപ്പോൾ കൂടുതലും അത് വർദ്ധിച്ചു വരികയാണ്. റേപ്പ് ജോക്സും സെക്സിസ്റ്റ് ജോക്സും ഉണ്ടാകുന്നതും അത് നോക്കി ചിരിക്കുന്നതും ഇപ്പോൾ പല സിനിമകളിലും നമ്മുടെ പണ്ടത്തെ സിനിമകളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ സെക്സിസ്റ്റ് ജോക്സും റേപ്പ് ജോക്സും മാത്രമാണ് കൂടുതലും ഉള്ളൂ. ഒരു എക്സ്പോസ് ചെയ്തിട്ട് ഡ്രസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന വളരെ കമന്റ്സ്. ഈ വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്യുക എന്നത് ഒരു സ്ത്രീ വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്തു എന്ന് നമ്മളെ കേട്ടിട്ടുള്ളൂ. ഒരു പുരുഷൻ വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്തു നമ്മൾ ഇതുപോലെ കേട്ടിട്ടില്ല. പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ തീരെ അവയർനെസ് ഇല്ലാത്തൊരു കാര്യമാണ് അബൌട്ട് സെക്സ് എഡ്യൂക്കേഷൻ. നമ്മുടെ സൊസൈറ്റിയിൽ അത് വേണ്ട കാര്യമാണ്. ടീനേജേഴ്സിനൊക്കെ സെക്സ് എഡ്യൂക്കേഷനെ പറ്റി പഠിപ്പിക്കുക, സ്കൂൾസിലൊക്കെ ഇത് ഓപ്പൺലി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഐ തിങ്ക് ഫ്രീ സെക്സ് എഡ്യൂക്കേഷൻ തന്നെയാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയാത്തതുകൊണ്ട് കുറേ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മൾ ഇതൊക്കെ സീരീസും അതിലൂടെയൊക്കെയാണ് കണ്ട് മനസ്സിലാക്കുന്നത്. ഐ മീൻ ഇതിനെപ്പറ്റി കൂടുതൽ അവയർനെസ് നമ്മുടെ സൊസൈറ്റിയിൽ വേണം. കുട്ടികൾ
കുട്ടികൾക്ക് വേണം. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്ന ആൾക്കാർക്കും എല്ലാവർക്കും വേണം. What do you think about the gender sensitization cells activities and what it stands for? അപ്പോൾ നമ്മളെല്ലാവരുടെയും സമൂഹത്തിലെ എല്ലാ മനുഷ്യരുടെയും, ചെറുപ്പക്കാരായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, എന്ത് തരക്കാരായിക്കോട്ടെ, കുറേ സ്റ്റീരിയോ ടൈപ്പുകൾ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ അതിനൊക്കെ സബ് കോൺഷ്യസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പൊളിച്ചു കളയാൻ വേണ്ടിയാണ് ജെൻഡർ സെൻസിറ്റൈസേഷൻ സെൽ നിലകൊള്ളുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഓരോ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെയും മനസ്സിലോട്ട് എല്ലാവരും ഈക്വൽ ആണെന്നും ജെൻഡർ ഇക്വാളിറ്റി എന്താണെന്നും മനസ്സിലാക്കി കൊടുക്കാൻ ഇത് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. അത് നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ ഒരു ചർച്ച വെക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും 10 അഭിപ്രായങ്ങളായിരിക്കും. അപ്പം നമുക്ക് ഈ 10 അഭിപ്രായങ്ങൾ കേട്ട് അതൊക്കെ മനസ്സിലാക്കാനും ഒരു സോഷ്യൽ ഇഷ്യൂവിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ ആ ഇഷ്യൂവിനെ പറ്റി നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റൊരാളിൽ നിന്ന് അറിയാനും അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും, ഇപ്പോൾ നമ്മളെന്തെങ്കിലും ചിന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാനിങ്ങനെ ചിന്തിച്ച തെറ്റാണ്, ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, ഈ കുട്ടി പറഞ്ഞാണ് ശരിയെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാനൊക്കെ സഹായിക്കും. എല്ലാ ജെൻഡേഴ്സിനെ കുറിച്ചിട്ടുള്ളൊരു അവയർനെസ്, അതായത് അത് ഏത് ജെൻഡർ ആയിക്കോട്ടെ നമ്മൾ അവരെക്കുറിച്ച് അറിയാനും ആയിട്ട് ഉള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഉപകാരം ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് അവയർനെസ് വരുത്താനായിട്ട്. ഇപ്പം കുറേ ആൾക്കാർക്ക് തന്നെ ഇപ്പോഴും ഇവിടുത്തെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാതെ എന്തോരം നമ്മൾ മാറ്റേണ്ടതുണ്ട്, എന്തോരം സ്റ്റീരിയോ ടൈപ്സ് നമ്മൾ ബ്രേക്ക് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ ഒരു സെല്ല് ശരിക്കും ആവശ്യമാണത്. എനിക്കിതിൻ്റെ പ്രവൃത്തികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം പറഞ്ഞാൽ വുമൺ എംപവർമെൻറ്റ് മാത്രമല്ല, ജെൻഡർ ഇക്വാളിറ്റി, അതായത് വുമൺ സേഫ്റ്റിയെക്കുറിച്ച് ആദ്യം പഠിപ്പിക്കേണ്ടത് മെന്നിനെയാണെന്ന് വിശ്വസിക്കുന്ന കാര്യമാണ്. ആശയങ്ങളും കുറേ പേരുടെ എന്താ പറയുക, അവരുടെ അഭിപ്രായങ്ങളും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാനുള്ള ഒരു ഈസിയസ്റ്റ് വേ ചിലപ്പോൾ ഇപ്പോൾ ഇങ്ങനെ 1-2 പേര് പറയുന്നതോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾക്കെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒരാൾക്കൊരു ചേഞ്ച് വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഈ വിചാരിക്കുന്നത്. താങ്ക് യു. എല്ലാവരും ഈക്വലാണ്. അപ്പം ആ ഒരു ചിന്ത മറ്റുള്ളവരിലേക്ക് വളർത്താനും എത്തിക്കാനും ഈ സെല്ല് അതിനുള്ള